self. I believe in myself. I believe in myself. I I believe in believe in myself. myself. അതവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഓൾറെഡി ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാനാ ശ്രമിക്കുന്നത്? റീപ്രോഗ്രാം ചെയ്യാണല്ലേ. കുറെ മണ്ടത്തരങ്ങളും കുറെ വിശ്വാസങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നിക്കാണ്. ഇതിനൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ നല്ലോണം പണിയെടുക്കണ്ടേ? വേണ്ടേ? വീൽ ഓഫ് സൈക്കിൾ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തോ? ആ, ചെയ്തവര് വെരി ഗുഡ്. ചെയ്യാത്തവര് കാട് പിടിച്ച് അവിടെ തന്നെ വെച്ചേക്കല്ലേ അല്ലേ? ആ കാട് വെട്ടണമെങ്കിലുണ്ടല്ലോ നന്നായി പണിയെടുക്കണം കേട്ടാ. ഇനി അടുത്തത് എഴുതിക്കോ, 4ാമത്തെ പോയിന്റ് എഴുതിക്കോ. I will work hard. I will work hard. I will work hard to achieve my goals. I will work hard to achieve my goals. മലയാളത്തിൽ പറയണം. എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ. എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ. എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറയില്ലേ നമ്മള്. അപ്പൊ എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യും. ഉച്ചക്കത്തേക്ക് കറിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കൻ വാങ്ങിച്ചു വെച്ച് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി വന്നപ്പോ ഹസ്ബൻഡ് കൊണ്ടുവന്ന് ചിക്കൻ വെച്ചിട്ട്, അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് വിചാരിക്കാണ് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഇച്ചിരി ചിക്കൻ കറിയൊക്കെ വെക്കണം. ഹസ്ബൻഡ് വരും, മക്കൾക്ക് കൊടുക്കണം, ഹസ്ബൻഡിന് കൊടുക്കണം, പാരന്റ്സിന് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ലക്ഷ്യത്തിൽ ഇരുന്നാൽ നടക്കുവോ? ചിക്കൻ കറി വേവുവോ? ഇല്ല. ചിക്കൻ വേവുവോ? തന്നെ വേവുവോ? ഇല്ല. തന്നെ വേവൂല. എന്ത് ചെയ്യണം? പോയി പണിയെടുക്കണം അല്ലേ? അടുക്കളയിൽ കയറണം, ചിക്കൻ കട്ട് ചെയ്യണം, അതിനെ കഴുകിയെടുക്കണം, ഉപ്പ് മുളക് മസാല എല്ലാം തേച്ച് പിടിപ്പിക്കണം. പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ സവാളയൊക്കെ ഇട്ട് കറിയാക്കണ്ടേ? പണിയെടുക്കാം. ആ ലക്ഷ്യം എങ്ങനെ നേടിയത്? ആ പണിയെടുത്തപ്പോ ലക്ഷ്യം നേടി അല്ലേ? അതല്ലാതെ പണിയെടുക്കാതെ എന്തെങ്കിലും ലക്ഷ്യം നേടുവോ? ഇല്ല. അതുപോലെയാ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആഗ്രഹം അത് ആഗ്രഹമായിട്ട് തന്നെ അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഹാർഡ് വർക്ക്. അല്ലേ? എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ ഞാൻ നിങ്ങളും നിങ്ങൾ എന്നെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിക്കണതാണോ? അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണതാണോ? എനിക്കിപ്പോ അറിയണം. ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഹാർഡ് വർക്ക് ലീഡ് ടു സക്സസ്. ഹാർഡ് വർക്ക് ലീഡ് ടു സക്സസ്. ആ, ഹാർഡ് വർക്ക് എന്തിലേക്ക് നയിക്കും നമ്മളെ? സക്സസിലോട്ട്. സക്സസിലേക്ക്. വെരി ഗുഡ്. അത് ആരാ പറഞ്ഞത്? മോൻ എത്രല്ല പഠിക്കണേ? അവന് 5ാം ക്ലാസ്സില്. 5ാം ക്ലാസ്സില്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉമ്മീനോട് പറയണോട്ടോ. ഒപ്പം മോനും പറയണോട്ടോ. പറഞ്ഞ ഉമ്മി കേട്ടില്ല. ആ, ഉമ്മി കേൾക്കൂല. ഉമ്മിയുടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാം അവിടെ. അത് വെട്ടിത്തെളിക്കുന്ന കുറച്ച് പാടുണ്ട്. അതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എഴുതിക്കോ. My dreams will become a reality. My dreams will become a reality. എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും ഇൻഷാ അല്ലാഹ്. അത് പറയുമ്പോ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ദൈവത്തെ കൂടി മുറുകെ പിടിക്കണേ. എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. My dreams will become a reality. ് 21 ഡേയ്സ് നിങ്ങളിത് മറക്കാതെ പറയണം. ഇത് എപ്പോ വേണമെങ്കിലും പറയാം, പക്ഷെ മാക്സിമം നിങ്ങൾ കിടക്കുന്ന ടൈമില്
ആ കിടക്കുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ മനസ്സിനെയൊക്കെ റിലാക്സ് ചെയ്ത് ബോഡിയും മൈൻഡും എല്ലാം റിലാക്സ് ചെയ്ത് എല്ലാ ചിന്തകളും മാറ്റി നിർത്തി നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 21 ദിവസം കണ്ടിന്യൂസ് ഇത് പറയാം. കണ്ടിന്യൂസ് ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമില്ലേ, ന്യൂറോൺസ് ഫയർ ചെയ്ത് അവിടെ ഒരു ബിഹേവിയർ ഫോം ചെയ്യാന്ന് പറയില്ലേ, ശരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് ലൈഫിൽ നല്ല മാറ്റം നിങ്ങൾക്ക് വരും. ഓക്കെ, ഇത് ചുമ്മാ പറയേണ്ടതല്ല, നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുവോ? എന്നിട്ട് പറയണോട്ടോ. സഫ്ന മാം, അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവര് അങ്ങനെ സെൽഫ് കോൺഫിഡന്റ് ആയി എന്നുള്ള തെളിവിനെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്യാപ്പ് വെച്ചിട്ട് ഇവരോട് അതിനുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയക്കാൻ പറയാം. ഒരു ഷോർട്ട് വീഡിയോ, ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ. നിങ്ങളത് വീഡിയോ എടുത്ത് അയക്കുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് അവിടെ ഇംപ്രൂവ് ചെയ്യുക ചെയ്യണത് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നോട് എന്തും പറയാം, കാരണം ഞാൻ നിങ്ങളുടെ ഫാമിലിയിലെ ഒരാളല്ലേ. എനിക്ക് നിങ്ങളോട് എന്തും പറയാലോ, അതുപോലെ നിങ്ങൾക്ക് എന്നോട് എന്തും പറയാം. റഷിദ മാം പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞതാണ്, അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഇവർക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോ അതിനൊരു ഔട്ട്പുട്ട് വേണ്ടേ, അതിനൊരു റിസൾട്ട് വേണ്ടേ. അപ്പൊ ആ റിസൾട്ട് ഇങ്ങനെ ഇവർ എത്രമാത്രം സെൽഫ് കോൺഫിഡന്റ് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഈ മാസം ലാസ്റ്റ്, ഇന്നിപ്പം 22 ആയില്ലേ, ഒരു 1 വീക്കിന് ശേഷം നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇവർക്ക് ഈ സഫ്ന മാമിന്റെ ഈ ഒരു മൈൽ സ്റ്റോൺ മൺഡേ എന്നുള്ള പ്രോഗ്രാമിലൂടെ എന്ത് മാറ്റം വന്നു, എന്താണ് ഇനി ആ ഒരു മാറ്റത്തിലൂടെ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറയാം. ഇൻഷാല്ലാ, നല്ലൊരു പോയിന്റ് അത്. എന്തെല്ലാമാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാക്കിയത്, എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരുത്താൻ പോകുന്നത്, ലൈഫിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ചിക്കൻ അവിടെ ഇരിക്കല്ല, അതിനുവേണ്ടി എന്തൊക്കെ പണിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിന് നിങ്ങളുടെ ഒരു ലക്ഷ്യം വേണമല്ലോ. നമുക്കൊരു ഗോള് വേണമല്ലോ. ആ ഗോള് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് ഗോൾ ഉള്ളത്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളില്ലേ, ലക്ഷ്യങ്ങളില്ലേ, അപ്പൊ നിങ്ങൾ ആ ആഗ്രഹങ്ങൾ നിങ്ങൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനു വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യും എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഓരോ സ്റ്റെപ്സ്, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സ്റ്റെപ്സ് നിങ്ങൾ അതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വിഷൻ ബോർഡ് എഴുതാം. എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇതിപ്പോ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. എല്ലാരും ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിന്റെയൊക്കെ പരിശ്രമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിക്കൻ അടുക്കളയിൽ പോലും ആർക്കായാലും അതാണ്. എല്ലാവർക്കും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമമുണ്ട്. അതിനാണ് ബുദ്ധിമുട്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ എന്തായാലും സഫ്ന മാമിന്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിച്ചോട്ടെ മാം? ചോദിച്ചോളൂ. സീരിയസ് ആയിട്ട് ചോദിക്കുക, സീരിയസ് ആയിട്ട് മറുപടി. ഇതിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക് ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്തായാലും നമുക്കിത് ഈ മന്ത് ഇന്നിപ്പോ 22 ആയി. നെക്സ്റ്റ് മൺഡേ ആവുമ്പോഴത്തേക്കും, നെക്സ്റ്റ് മാമിന്റെ ക്ലാസ് ആവുമ്പോഴത്തേക്ക് ഇവരുടെ വീഡിയോ വരട്ടെ. അതെ, ഇൻഷാല്ലാ വരട്ടെ. എല്ലാവരും വളരെ കോൺഫിഡൻസോട് കൂടി ജസ്റ്റ് ആ ഫോൺ ഒന്ന് എടുക്കുക, നിങ്ങളുടെ ഗോള് പറയാ. നിങ്ങൾ സെൽഫി എടുക്കും പോലെ നിങ്ങൾ സെൽഫായിട്ട് വീഡിയോ എടുത്താൽ മതി. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേര് പറയാ, നിങ്ങളുടെ പ്ലേസ് പറയാ, പ്ലസ് ഇതാണ് എന്റെ ഗോൾ, എനിക്ക് ഇതാണ് ലക്ഷ്യമുള്ളത്, ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ഒരു സ്റ്റെപ്പ് വൈസ് ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ കറി വെക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ എടുക്കണം, കഴുകണം, മസാല തേക്കണം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ജസ്റ്റ് പോയിന്റ്സില്ലേ, അത് നിങ്ങളൊന്ന് വീഡിയോ ആയിട്ട് പറയും. പോരെ മാം? മതി. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ
ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് എനിക്കോ സഫ്ന മാമിനോ മാത്രമല്ല ഈ ഗ്രൂപ്പിൽ മറ്റുള്ളവർക്കും പരസ്പരം എന്താണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും കൂടി അതിനുശേഷം ആലോചിക്കാം. ജസ്റ്റ് 7 to 8 ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മാത്രം ആവരുത്. ഇതിന് ആ ഒരു ചേഞ്ച് തോൺ എന്നുള്ള പേര് തന്നെ നിങ്ങൾക്ക് മാറ്റം വരുത്താനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന 2 ആൾക്കാരെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു രീതിയിൽ. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ക്രാഫ്റ്റ് കാണും, നാളെ ചെയ്യും, അതൊക്കെ. അതിപ്പോ ഞാൻ എടുത്താലും പിന്നെ ചാച്ചു എന്നാ വിളിക്കുക, സെബ്രീന മാം എടുത്താലും അതുപോലെ പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസിന്റെ സെഫി എടുത്താലും ആരെടുത്താലും അങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ മൈൻഡിന് മാറ്റം വരുത്തണമെങ്കിൽ അത് അത്ര എഫക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നവര് ക്ലാസ് എടുത്താലും നിങ്ങളത് മാറാൻ തന്നെ ശ്രമിക്കണം. അപ്പൊ എന്തായാലും ആ ഒരു മാറ്റം നമുക്ക് അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് ക്ലാസ് എടുത്ത സഫ്ന മാമിനെ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് മൺഡേ കാണാം. മാം ഒരു സെക്കൻഡ്, ഈ പറയുന്നതൊന്നും നിസ്സാരമായിട്ട് കളയരുതോ. കാരണം എന്താണെന്നറിയോ, ശരിക്കും പെർ ഹെഡ് ഒരു തലയ്ക്ക് 1500 റുപ്പീസ് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ കണ്ടന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് 1500 രൂപ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ കണ്ടന്റ്സ് ആണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് വാല്യൂ ഇല്ലേ? പക്ഷേ ഇല്ലേ, നമ്മളെ ഈ സ്കില്ലിൽ കിട്ടുന്ന ട്രെയിനിങ്ങുകളെല്ലാം ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും തന്നെയാണ്. ഇവർക്കത് പ്രയോജനപ്രദമാവണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇനി ബാക്കി തീരുമാനിക്കേണ്ടത് ഇവരാണ്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവർ എന്തായാലും ഇത് പോസിറ്റീവായിട്ട് എടുക്കും, കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷ എനിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇവർക്കും ഉണ്ട്. ഇതിലൂടെ ഒരു മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ പോസിറ്റീവായിട്ട് ആ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് മൺഡേ നിങ്ങളുടെ വീഡിയോ കൂടി നമുക്ക് കയ്യിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക് യു സഫ്ന മാം. ഓക്കെ, ബൈ. താങ്ക് യു. Okay, ma'am. Thank you. Thank you. Thank you.